ഹലോ ഫ്രണ്ട്സ്, ഹാരിസ് ഫൈനാൻസ് സെയിൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ICICI ഡയറക്റ്റിനകത്ത് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പഴയ ആപ്പിനകത്ത് ഈസി ആയിട്ട് മുമ്പിൽ തന്നെ വരുമായിരുന്നു. പക്ഷേ പുതിയ ആപ്പിൻ്റെ അകത്ത് ഇത് പുതിയ ആപ്പാണ് അവരുടെ അവർ അപ്ഡേറ്റ് ചെയ്ത വെർഷനാണിത്. ആ ഓപ്ഷൻസ് കിടക്കുന്നത് ഈ ടൂൾസിൻ്റെ അടിയിലാണ്. നമ്മൾ ടൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും റിസർച്ച് ഐഡിയാസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടതാണോ, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടതാണോ, വൺ ക്ലിക്ക് ഇക്വിറ്റി, അങ്ങനെയുള്ള ഏത് കാറ്റഗറിയിലും ഉള്ള റെക്കമെൻഡേഷൻസ് കിട്ടും. ആദ്യം കിടക്കുന്നത് ഓൾ എന്നുള്ള ഓപ്ഷനാണ്. ഓളിൻ്റെ അകത്ത് എല്ലാം കിടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിനാണെങ്കിൽ ട്രേഡിങ്ങിന് മാത്രത്തിലേക്ക് സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ കിടക്കുന്നുണ്ട്. അത് പൊട്ടൻഷ്യൽ അബൌട്ട് 1%, ടാർഗറ്റ് പ്രൈസ് 126, ഇപ്പോഴത്തെ പ്രൈസ് വെക്കുന്നത് 121, സ്റ്റോപ്പ് ലോസ് കൊടുക്കാവുന്ന 115. ഇത് ഈ റെക്കമെൻഡേഷൻസ് എല്ലാ ബ്രോക്കേഴ്സും റെക്കമെൻഡേഷൻസ് കൊടുക്കും. അത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ അന്നേരം അതിൻ്റെ അനുസരിച്ചുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് മാത്രം. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് ആണെങ്കിൽ ഇവർ പറഞ്ഞേക്കുന്നതാണ്. ഇപ്പം ഈ യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ 1080 ആണ് പ്രൈസ് കിടക്കുന്നത്. നമുക്കൊരു 1250, ഒരു 15% പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. ഇത് ഡെലിവറി എടുത്തിട്ട് ഒരു കുറച്ച് നാളത്തേക്ക്, സാർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ഉള്ള ഗ്യാപ്പിലാണ് പറയുന്നത്. ഇതിപ്പോൾ 946 1200 രൂപ വരെയും കയറാൻ ചാൻസ് ഉണ്ട്. 16%, ഒരു കൊല്ലം ടൈമിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കയറിയെന്ന് വരാം, ചിലപ്പോൾ സമയം എടുത്തു തരും. ഇനി 1 ക്ലിക്ക് ആണെങ്കിൽ ബെസ്റ്റ് അണ്ടർ 100 അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും കിടക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്നുള്ളതും കിട്ടാൻ ചാൻസ് ഉള്ളതും. പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ ആണെങ്കിലും കിടക്കുന്നുണ്ട്. ബജാജ് ഫൈനാൻസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ് നമുക്ക് പറ്റുന്നുള്ളത് നമുക്കത് എടുത്ത് നോക്കാം. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അന്നേരം എന്തോ ഡീറ്റെയിൽസ് ഇട്ട് നോക്കാമല്ലോ. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കേണ്ടത് എന്നുള്ളത് കിടക്കുന്നുണ്ട്, ടാർഗറ്റ് എത്രയാണെന്നുള്ളതുകൊണ്ട്, എൻ്റർപ്രൈസ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന എൻ്റർപ്രൈസും ഉണ്ട് ഇവിടെ. അങ്ങനെ നമുക്കത് വെച്ച് വേണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കറൻസിയിലും കമ്മ്യൂണിറ്റിയിലും എല്ലാത്തിൻ്റെയുള്ള റെക്കമെൻഡ്, പിന്നെ ആവശ്യത്തിന് ന്യൂസും അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഈ ന്യൂസൊക്കെ വെച്ച് ട്രേഡ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലിയർ ആയി വിചാരിക്കുന്നു. അതായത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടൂൾസിൻ്റെ അടിയിൽ റിസർച്ച് ഐഡിയ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റിയില്ല, എൻട്രി എടുക്കാൻ പറ്റിയ ഉണ്ടോ എന്നുള്ള. പിന്നെ ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് ശരിക്കും വെറുത്തല്ല. ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെറുത്താവുന്നുള്ളൂ. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിലും അപ്സ്റ്റോക്ക് അങ്ങനെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനകത്ത് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈസിയായിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട്സിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.